പൊട്ടനെ ആരോ ചതിച്ചാൽ അവരെ ദൈവം ചതിക്കും എന്ന് പറഞ്ഞ പോലായി EDയുടെ നോട്ടീസ്. നമ്മുടെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അവർ ഈ മസാല ബോണ്ട്, കിബിയുടെ മസാല ബോണ്ട് സംബന്ധിച്ച അന്വേഷണത്തിലായിരുന്നു. 3-3.5 വർഷമായിട്ട് അന്വേഷണം നടന്നുകൊണ്ടിരിക്കുക. ഇപ്പോൾ അതിന്റെ റിപ്പോർട്ട് EDയുടെ അഡ്ജൂഡിക്കേറ്റിംഗ് അതോറിറ്റിക്ക് നൽകി. അതിനെ തുടർന്നാണ് മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനും മുൻ ധനകാര്യമന്ത്രി ശ്രീ തോമസ് ഐസക്കിനും അടക്കം ആളുകൾക്ക് ഇപ്പോൾ EDയുടെ നോട്ടീസ് അയച്ചിരിക്കുന്നത്. നാഷണൽ ഹെറാൾഡ് സംബന്ധിച്ച് സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും ED ഒരു പുതിയ നോട്ടീസ് അയച്ചിരിക്കുകയാണ്. എന്തോ ഗൂഢാലോചന നടന്നു എന്നാണ് ഈ കേസിൽ പറഞ്ഞിരിക്കുന്നത്, ഈ നോട്ടീസിൽ പറഞ്ഞിരിക്കുന്നത്. ഇത് കേട്ട് സന്തോഷിച്ചിരിക്കുകയായിരുന്നു ഇവിടുത്തെ സഖാക്കള്. പക്ഷെ ഇന്ന് രാവിലെ നേരം എടുത്ത് മുഖം കഴുകി കണ്ണുമിഴിച്ചു നോക്കിയപ്പം EDയുടെ നോട്ടീസ് നമുക്ക് വന്ന് കിടക്കുന്നു. ഇപ്പൊ CPMന്റെ നേതാക്കള് നെഞ്ചത്തടിയും പൊട്ടിക്കരച്ചിലുമായിട്ട് രംഗത്ത് വന്നിരിക്കുക. ഇത് തെരഞ്ഞെടുപ്പാകുമ്പോൾ EDയുടെ ഒരു സ്ഥിരം പരിപാടിയാണ്. ഇത് ഇലക്ഷൻ സ്റ്റണ്ടാണ്. ഈ നോട്ടീസിൽ യാതൊരു അർത്ഥവുമില്ല. BJPയുടെ ദാസ്യവേല ചെയ്യുകയാണ്. ഇത് 1-2 നേതാക്കൾക്കെതിരെ ഉള്ളതല്ല, ഇത് കേരളത്തിനെതിരെ ഉള്ളതാണ്. ഇത് കേരളത്തിന്റെ വികസനത്തിനെതിരെ ഉള്ളതാണ്. ഇത് കിബിയെ അപകീർത്തിപ്പെടുത്താനാണ്. ഇങ്ങനെയുള്ള ന്യായവാദങ്ങളുമായിട്ട് ഇപ്പൊ CPMന്റെ നേതാക്കളും അണികളും രംഗത്തിറങ്ങിയിരിക്കുക. ഇന്ന് രാവിലെ തന്നെ CPMന്റെ സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദ മാർക്സും തോമസ് ഐസക്കും ന്യായീകരണവുമായിട്ട് വന്നു. ഇതിലെ തോമസ് ഐസക്കിന് നോട്ടീസ് ഉള്ളതാ, അദ്ദേഹം ന്യായീകരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാം. മുഖ്യമന്ത്രി പിണറായി വിജയന് നോട്ടീസ് കിട്ടുമ്പോൾ പാർട്ടി സംസ്ഥാന സെക്രട്ടറി അല്ലാതെ ആരാണ് ന്യായീകരിക്കാൻ വരിക? ഇവരെല്ലാം പറഞ്ഞ ന്യായീകരണത്തിന്റെ ഏതാണ്ട് ആകെ തുക എന്ന് പറയുന്നത് ഇതാണ്. തെരഞ്ഞെടുപ്പ് കാലമായപ്പോഴേക്ക് EDയെ ഉപയോഗിച്ച് BJP CPMനെ എന്തോ ചെയ്യാൻ ശ്രമിക്കുകയാണ് എന്നുള്ള ഒരു വാദം. ഇക്കൂട്ടത്തില് നമ്മുടെ MV ഗോവിന്ദൻ മാഷിന് ഒരു പ്രത്യേക സന്തോഷമുണ്ട് കേട്ടോ. അദ്ദേഹം പറഞ്ഞെന്താന്ന് ചോദിച്ചാല്, ഇതുവരെയായിട്ട് ഇത് സംബന്ധിച്ച് നോട്ടീസ് എന്തുകൊണ്ട് വന്നില്ല എന്ന് കരുതിയിരിക്കുകയായിരുന്നു. എന്തോ വരുന്നില്ല, എന്താണ് വരാൻ ഇത്ര താമസം എന്ന് കരുതിയിരിക്കുകയായിരുന്നു നമ്മുടെ ഗോവിന്ദ മാഷ്. ഇപ്പൊ അത് വന്നു കണ്ടപ്പം പെരുത്തു സന്തോഷം. ഇത് CPM കേരളത്തിലെ ലോക്കൽ ലെവലിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന അതേ കാര്യമാണ്. കുറച്ചുകൂടെ ദേശീയ തലത്തിൽ നാഷണൽ ലെവലില് BJP അത് ചെയ്യുന്നേ ഉള്ളൂ. കേരളത്തിൽ എന്തുവാണ് CPM ചെയ്യുന്നത്? തെരഞ്ഞെടുപ്പൊക്കെ ആകുമ്പോഴേക്ക് ഏതെങ്കിലും ഒരു പെണ്ണുകേസ് തപ്പിക്കൊണ്ടുവരും. ചിലപ്പോൾ ഒരു MLA-ക്കെതിരായിട്ടുള്ളതാവും, ചിലപ്പോൾ MP-ക്കെതിരായിരിക്കും, ചിലപ്പം മുൻ മുഖ്യമന്ത്രി ആയിരിക്കും. ഒരു പെണ്ണുകേസ് അത് കിട്ടിക്കഴിഞ്ഞാൽ എല്ലാമായി സന്തോഷമായി എന്നുള്ള മട്ടാണ് ഇവിടുത്തെ CPMന്. ഇവിടെ പലർക്കുമെതിരെ ഇതുപോലുള്ള കേസുകൾ കുത്തിപ്പൊക്കിക്കൊണ്ട് വന്നിട്ടുണ്ട്. ഓർമ്മയില്ലേ ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന മനുഷ്യനെതിരായിട്ട് ആരും അദ്ദേഹത്തെ കുറിച്ച് അങ്ങനൊന്നും പറയുന്നതല്ല. കുറ്റാരോപിതയായ സ്ത്രീയിൽ നിന്ന് ഒരു പരാതി എഴുതി വാങ്ങിയിട്ട് അദ്ദേഹത്തെ CBI അന്വേഷണത്തിന് വിട്ടുകൊടുത്തു ഇവിടുത്തെ ഗവൺമെന്റ്, പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ മുന്നണി സർക്കാർ. ഇതൊക്കെ നമ്മുടെ മുമ്പിലുള്ള ചരിത്രമാണ്. അതിവിടെ ആവർത്തിച്ചുകൊണ്ടിരിക്കുക. അടുത്ത കാലത്തും അത്തരത്തിലുള്ള സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുക. ഇപ്പോഴത്തെ പ്രത്യേക സാഹചര്യമാണെങ്കിൽ അതിനെ നിർബന്ധിക്കുന്നതുമാണ്. കാരണം ശബരിമല സ്വർണ്ണ കവർച്ച കേസ്, അയ്യപ്പ ഭഗവാന്റെ സ്വർണം കവർന്ന കേസാ. അടിച്ചു മാറ്റിയതാ സ്വർണം. ദ്വാരപാലക ശില്പങ്ങളുടെ പാളികൾ, കട്ടിളപ്പടി അതിന്റെ പാളികൾ, ഇതൊക്കെ അടിച്ചു മാറ്റി പാളികളോടെ കൊണ്ടുപോയി, വാതിലോടെ കൊണ്ടുപോയിട്ടത് എവിടെയൊക്കെ വിറ്റിരിക്കുക. അതിന്റെ അന്വേഷണം നടക്കുമ്പോൾ ആ കേസിൽ പ്രതിയായിട്ട് അറസ്റ്റിലായത് ആരാ? CPMന്റെ നേതാക്കളാ. പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗം അടക്കമുള്ളവർ അകത്ത് കിടക്കുക, അഴിയെണ്ണുകയാണെന്ന് പറയാം. അപ്പൊ സ്വാഭാവികമായിട്ടും ഇതിനൊരു ബദൽ വേണ്ടായോ നമുക്ക് കേരളത്തില്? അങ്ങനെയല്ലയോ ഇവിടെ ചില പെണ്ണുകേസുകൾ വീണ്ടും പൊക്കിക്കൊണ്ടുവന്നത്? ഇവിടെ കേരള പോലീസിനെ ഉപയോഗിക്കുന്നു, ക്രൈംബ്രാഞ്ചിനെ ഉപയോഗിക്കുന്നു. പക്ഷേ ദേശീയ തലത്തിലാകുമ്പോൾ സംഗതി കുറെ കൂടെ മാരകമാണ്. അവിടെ ഇരിക്കുന്ന ആയുധങ്ങൾ വളരെ മൂർച്ചയേറിയതാ, സംഹാരശേഷിയുള്ളതാ, മാരകമായ പ്രകാരശേഷിയുള്ളതാ. ED, CBI, ഇൻകം ടാക്സ്, അങ്ങനെ പല ഏജൻസികൾ. ഇപ്പൊ അതാണ് EDയുടെ നോട്ടീസാണ് വന്നിരിക്കുന്നത്. കേരള പോലീസ് പോലൊന്നുമല്ല, ക്രൈംബ്രാഞ്ച് പോലൊന്നുമല്ല, EDയുടെ നോട്ടീസാണ് വന്നിരിക്കുന്നത്. അതവരുപയോഗിക്കും. അതാ പറഞ്ഞത്, പൊട്ടനെ ആരോ ചതിച്ചാൽ അവരെ ദൈവം ചതിക്കുമെന്ന്. അതെ, ദൈവം തമ്പുരാൻ ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുക. മനസ്സിലായില്ലേ? പണ്ടൊക്കെ പിന്നെയാ കൊടുത്തുകൊണ്ടിരുന്നത്. ഇപ്പോഴിപ്പോ അപ്പ കൂലിയാ, വരമ്പത്ത് കൂലിയാ. അതാണ് ഇപ്പോൾ ഈ ED നോട്ടീസിന്റെ കാര്യത്തിൽ സംഭവിച്ചിരിക്കുന്നത്. കിഫ്ബി എന്ന് പറയുന്ന സർക്കാരിന്റെ സ്ഥാപനം വിദേശത്ത് നിന്ന് പണം കടമെടുത്തത് സംബന്ധിച്ചാണ് ഈ കേസ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അന്ന് 9.10% പലിശയ്ക്കാണ് കേരള സർക്കാർ ഈ പണം കടമെടുത്തത്. ഇവിടെ കേരളത്തിൽ തന്നെ, അല്ലെ ഇന്ത്യയിൽ തന്നെ 7-7.5% കടം കിട്ടുമായിരുന്നു. അത് വേണ്ടാന്ന് വെച്ചിട്ടാണ് ഈ 9.10% പലിശയ്ക്ക് ഈ വായ്പ എടുത്തത്. അന്ന് പ്രതിപക്ഷം പറഞ്ഞതാ, ചെയ്യരുത്,
ഇത് നമുക്ക് വലിയ പാരയാവും, ഇത് നമ്മളെ കൊണ്ടേ പോകത്തുള്ളൂ, ഇത് വല്ലാത്തൊരു പലിശയാണ്, നമ്മളെ മുടിച്ചു തേച്ചു കഴുകുമെന്ന് അന്ന് പ്രതിപക്ഷം പറഞ്ഞതാ. അന്ന് കേട്ടില്ല. അന്ന് ഗവൺമെന്റിന്റെ ന്യായീകരണം എന്തായിരുന്നു? ഇങ്ങനെ ഈ ശതമാനമൊക്കെ, പലിശ ശതമാനമൊക്കെ മാറിയും മറിഞ്ഞും ഇരിക്കും, നമുക്കിത് എടുക്കാം എന്നാ വാദിച്ചുകൊണ്ടിരുന്നത്. അതുപോലെ തന്നെ ഈ മസാല ബോണ്ടുമായി ബന്ധപ്പെട്ട ഈ ഒരു സ്ഥാപനം, അത് പഴയ SNC ലാവലിനുമായിട്ട് ബന്ധമുള്ളതാണെന്ന് പ്രതിപക്ഷം ചൂണ്ടിക്കാണിച്ചതാ. നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ 7ാം പ്രതിയായ ലാവ്ലിൻ കേസ്, ആ ലാവ്ലിൻ കമ്പനി, ഈ മസാല ബോണ്ടുമായി ബന്ധപ്പെട്ട കമ്പനിക്ക് ലാവ്ലിനിൽ കൂടുതൽ ഷെയർ ഉണ്ടത്രേ. ഏറ്റവും കൂടുതൽ ഷെയർ ഉള്ളത് ഈ കമ്പനിക്കാണത്രേ. അതുകൊണ്ട് ഇത് അപകടമാകുമേ എന്ന് പ്രതിപക്ഷം പറഞ്ഞു. കേട്ടില്ല. ലോൺ എടുത്തു, വായ്പ എടുത്തു. നേരത്തെ പറഞ്ഞല്ലോ കിബിക്ക് വേണ്ടിയായിരുന്നു ഇത്. ഈ കിബി എന്ന് പറയുന്നത് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിന് വേണ്ടിയുള്ളതാ. ഇത് തന്നെ ഒരു വിശേഷപ്പെട്ട ഒരു സ്ഥാപനമാണ്. അതായത് സംസ്ഥാന സർക്കാർ ചെലവഴിക്കുന്ന ഓരോ രൂപയും നിയമസഭയുടെ അനുവാദത്തോടു കൂടി വേണം എന്നുള്ളതാണ് ഭരണഘടനാപരമായ വ്യവസ്ഥ. അതിനാണ് ഓരോ വകുപ്പുകളും ധനാഭ്യർത്ഥനകൾ നിയമസഭയിൽ അവതരിപ്പിച്ച് അത് പാസ്സാക്കി എടുക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് സർക്കാരുകൾ പണം ചെലവഴിക്കുന്നത്, സർക്കാർ വകുപ്പുകൾ പണം ചെലവഴിക്കുന്നത്. ഇനി അത്യാവശ്യ സന്ദർഭത്തിൽ 10 രൂപ കൂടുതൽ ചെലവഴിച്ചു എന്ന് വിചാരിക്കുക, അല്ലെ കുറെ ലക്ഷങ്ങൾ കൂടുതൽ ചെലവഴിച്ചു, അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ വരും. അത് ഗവൺമെന്റിന് ചെയ്യാവുന്നതാണ്, ഭരണഘടന അതിന് അനുവാദം നൽകുന്നുണ്ട്. പക്ഷേ അങ്ങനെ ചെലവഴിക്കുന്ന തുക സംബന്ധിച്ച ഉപധനാഭ്യർത്ഥനകൾ പിന്നീട് നിയമസഭയിൽ കൊണ്ടുവന്നത് പാസ്സാക്കിയെടുക്കണം, അത് റാറ്റിഫൈ ചെയ്യണം. അതാണ് വ്യവസ്ഥ. പക്ഷേ ഈ കിബി പുറത്തുനിന്ന് എടുക്കുന്ന പണം, ഇവിടെ ചെലവഴിക്കുന്ന തുക, അതിനൊന്നും നിയമസഭയുടെ യാതൊരു തരത്തിലുമുള്ള സ്ക്രൂട്ടണി ഇല്ല, ഒരു പരിശോധനയുമില്ല. അത് എത്ര വാങ്ങി എന്നുള്ളത് നിയമസഭയിൽ പറയണ്ട, അതെങ്ങനെ ചെലവഴിച്ചു എന്നുള്ളത്, എന്തിനു വേണ്ടി ചെലവഴിച്ചു എന്നുള്ളത് അത് നിയമസഭയിൽ പറയണ്ട. അതായത് ബന്ധപ്പെട്ട വകുപ്പിന്, സർക്കാരിന് അവരുടെ യുക്തം പോലെ ചെയ്യാം. ഈ കിബി എന്ന് പറയുന്നത് ഒരു സമാന്തര സർക്കാരാണെന്ന് വേണമെങ്കിലും പറയാം, അല്ലെങ്കിൽ ഒരു സൂപ്പർ ഗവൺമെന്റ് ആണെന്ന് പറയാം. എന്തായാലും കേരളത്തിലെ ഫൈനാൻസ് വകുപ്പിനേക്കാൾ, അവരാണ് ഓരോ വകുപ്പിനും പണം അനുവദിക്കേണ്ടത്, ആ ധനകാര്യ വകുപ്പിനേക്കാൾ പവർ ഉള്ളതാണ്, അധികാരമുള്ളതാണ് കേരളത്തിലെ കിബി. അവർക്ക് വേണ്ടിയെടുത്ത, അവരുടെ പദ്ധതികൾക്ക് വേണ്ടിയെടുത്ത തുക സംബന്ധിച്ചാണ് ഇപ്പോൾ EDയുടെ നോട്ടീസ് വന്നിരിക്കുന്നത്. ഈ മസാല ബോണ്ടിന്റെ ഇടപാടില് വിദേശനാണ്യ വിനിമയ ചട്ടം ലംഘിച്ചു എന്നുള്ളതാണ് കേരള സർക്കാരിനെതിരായിട്ട് ED ചുമത്തിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കുറ്റം. അതായത് ഒരു സംസ്ഥാന സർക്കാർ ഇതുപോലെ പുറത്തുനിന്ന് വായ്പ എടുക്കണമെങ്കിൽ അതിന് കേന്ദ്ര സർക്കാരിന്റെ അനുമതി വേണം. നമുക്കത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അനുമതിയുണ്ട്, അത് പോരാ, കേന്ദ്ര ഗവൺമെന്റ് തന്നെ അനുമതി വേണം, എങ്കിലേ എടുക്കാൻ പറ്റൂ. അതാണ് അവർ പറയുന്ന ഒരു ന്യായം. ഇത് ഭരണഘടനാപരമായിട്ടുള്ള ഒരു വ്യവസ്ഥയാണ്. പക്ഷെ ഗവൺമെന്റ് എന്താണ് അതിന് ന്യായം പറയുന്നത്? അതായത് കേരള ഗവൺമെന്റ് എന്താണ് ന്യായം പറയുന്നത്? ഇത് ഞങ്ങളല്ലേ എടുത്തത്, സംസ്ഥാന സർക്കാരല്ല, ഇത് കിബി എന്ന് പറയുന്ന ഒരു സ്ഥാപനമാണ്, അവർക്കെടുക്കാം, അവർക്ക് വിദേശത്തു നിന്ന് കടമെടുക്കുന്നതിന് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അനുമതി മതി. അതാണ് കേരളത്തിന്റെ വാദം. നേരത്തെ ഇത് അന്വേഷണം നടക്കുമ്പോഴും ഇത് സംബന്ധിച്ച നോട്ടീസുകളൊക്കെ വരുമ്പോഴും ഇതേ ന്യായം, ഇതേ വിശദീകരണമാണ് സംസ്ഥാന സർക്കാർ നൽകിക്കൊണ്ടിരുന്നത്. മറ്റൊന്ന്, അങ്ങനെ വായ്പ എടുക്കുന്ന തുക കൊണ്ട് ഭൂമി വാങ്ങാൻ പാടില്ല, അത് ചില പ്രത്യേക ചെലവുകൾക്ക് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. ആ പണം ഉപയോഗിച്ച് ഭൂമി വാങ്ങാൻ സാധ്യമല്ല. അതിന് ഗവൺമെന്റിന് ന്യായീകരണമുണ്ട്. ഞങ്ങൾ ഭൂമി വാങ്ങിയിട്ടില്ല, ഭൂമി വാങ്ങാനല്ലേ തടസ്സമുള്ളൂ, ഞങ്ങൾ ലാൻഡ് വാങ്ങിയിട്ടില്ലെന്ന്, ഞങ്ങള് ഭൂമി അക്വയർ ചെയ്യുക ചെയ്തത്, ഭൂമി ഏറ്റെടുക്കുകയാണ് ചെയ്തത്, ലാൻഡ് അക്വയർ ചെയ്തു. അത് രണ്ടും രണ്ട് നിയമമാണ്. അതുകൊണ്ട് ഈ വ്യവസ്ഥ ഞങ്ങൾക്ക് ബാധകമല്ല. ഇതായിരുന്നു കേരളത്തിന്റെ പ്രധാനപ്പെട്ട ന്യായങ്ങൾ. ഇതൊക്കെ അന്വേഷിച്ചു. അതിനുശേഷം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഈ അഡ്ജുഡിക്കേഷൻ അതോറിറ്റിക്ക് ഒരു റിപ്പോർട്ട് സമർപ്പിക്കുന്നു. അങ്ങനെയാണ് അതിന്റെ രീതി. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പതാ നമ്മുടെ മുഖ്യമന്ത്രിക്കും മുൻ ധനകാര്യമന്ത്രിക്കും ഒക്കെ EDയുടെ നോട്ടീസ് വന്നിരിക്കുന്നത്. പക്ഷെ ഈ നോട്ടീസ് ഒന്നും കണ്ടിട്ട് സംസ്ഥാന സർക്കാരോ പിണറായി വിജയനോ അല്ലെങ്കിൽ തോമസ് ഐസക്കോ ഒന്നും വെപ്രാളപ്പെടേണ്ട യാതൊരു കാര്യവുമില്ല. ഇത് സംബന്ധിച്ച് CPM നേതാക്കൾ പറഞ്ഞതിൽ കുറച്ച് കാര്യമുണ്ട്. അതായത് ഇത് തെരഞ്ഞെടുപ്പ് വരുമ്പോൾ BJP സർക്കാർ എടുക്കുന്ന ഒരടവാ, ചില രീതികളാണ് അവരുടേത്. അവർക്ക് CPM-ൽ നിന്ന് പലതും കിട്ടാറുണ്ട്. നേരത്തെ തന്നെ ഒരു അന്തർധാരയുണ്ട് ഇവർ തമ്മില്. അത് നമുക്കറിയാമല്ലോ, CPM-ഉം BJP സർക്കാരും തമ്മില്, അല്ലെങ്കിൽ പിണറായി വിജയനും മോദിയും തമ്മില് ചില അണ്ടർസ്റ്റാൻഡിംഗ് ഒക്കെ ഉണ്ട്. ഇത് നമുക്കറിയാവുന്ന. അതുകൊണ്ടാണല്ലോ ലാവ്ലിൻ കേസ് 40 തവണ ഇതിനകം മാറ്റിവെച്ചു. എന്നേ വിധി വരേണ്ടതാ. ഒറ്റ കാര്യമേ അതിനകത്ത് തീരുമാനിക്കാനുള്ളൂ. ഈ കേസിൽ പിണറായി വിജയൻ വിചാരണ നേരിടണമോ? അതാണ് ചോദ്യം സുപ്രീം കോടതിയുടെ മുമ്പിലുള്ളത്. ഇതുവരെ സുപ്രീം കോടതിക്ക് അതൊന്ന് പരിഗണിക്കാൻ സമയം കിട്ടിയിട്ടില്ല, മാറ്റിവെച്ചുകൊണ്ടേയിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് മാറ്റിവെക്കുന്നത്? CBI ആണ് എതിർകക്ഷി.
CBI പറയും ബഹുമാനപ്പെട്ട കോടതി ഈ കേസ് ഒന്ന് മാറ്റിവെക്കണം. കോടതിക്ക് എന്ത് ചെയ്യാൻ പറ്റും? അല്ല ഇപ്പൊ തന്നെ വാദിക്കണം പറയാൻ പറ്റൂ. അങ്ങനെ മാറ്റിവെച്ച് ഇപ്പം 40-45 തവണയായി ഈ കേസ് മാറ്റിവെച്ചിരിക്കുക. ഇവിടെ ഈ എക്സാലോജിക്ക് മുഖ്യമന്ത്രിയുടെ മകള് പ്രതിയായിട്ടുള്ള കേസാണല്ലോ. SFIയുടെ അന്വേഷണമൊക്കെ നടന്നു, കുറ്റപത്രം സമർപ്പിച്ചു, ഇനി വേറെ കുറ്റപത്രം സമർപ്പിക്കാനിരിക്കുന്നു. എന്തായി അതിന്റെ ഗതി, അതിന്റെ അവസ്ഥ? മുഖ്യമന്ത്രിയുടെ മകൻ ഒരു ED നോട്ടീസ് വന്നതാ. അതിപ്പോഴും EDയുടെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ വെബ്സൈറ്റിൽ കിടപ്പുണ്ട്. പക്ഷെ മകൻ എവിടെ? ED നോട്ടീസ് എവിടെ? മകൻ EDയുടെ മുമ്പിൽ ഹാജരായെന്നോ മൊഴി കൊടുത്തെന്നോ തെളിവ് കൊടുത്തെന്നോ ഒന്നും നമുക്കറിവില്ല. അങ്ങനെ ഒരു കാര്യം സംഭവിച്ചിട്ടില്ല. അതങ്ങനെ മറഞ്ഞുപോയി. ഏതാണ്ട് അത് തന്നെയാണ് ഇപ്പോൾ ഇവിടെയും സംഭവിച്ചിരിക്കുന്നത്. ഈ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ BJPക്ക് ആവശ്യങ്ങളൊക്കെ ഉണ്ടെന്നേ, അതൊക്കെ ഒന്ന് ചെയ്തു കൊടുത്താൽ മതി, ഒന്ന് സംഭവിച്ചു കൊടുത്താൽ മതി. നമ്മൾ കഴിഞ്ഞ തവണ തൃശ്ശൂർ കൊടുത്തില്ലേ? തൃശ്ശൂർ അങ്ങ് എടുക്കുകയാണ് എന്ന് നമ്മുടെ സുരേഷ് ഗോപി എണ്ണം പറഞ്ഞപ്പം ദാ എടുത്തോ എന്ന് പറഞ്ഞതാരാ? സർക്കാരല്ലേ. അതിനുവേണ്ടി അല്ലയോ പൂരം കലക്കിയത്? ഇതൊക്കെ അടുത്ത കാലത്ത് നടന്ന കാര്യങ്ങളല്ലയോ? അതുപോലെ തിരുവനന്തപുരം കോർപ്പറേഷൻ വിട്ടുകൊടുത്തായിരുന്നേ, സംഗതി തീർന്നു. കൂടുതൽ ഡിമാൻഡ് ഒന്നുമില്ല. അറ്റ്ലീസ്റ്റ് തിരുവനന്തപുരം കോർപ്പറേഷൻ CPM ഒന്ന് നിശബ്ദത പാലിച്ചാൽ മതി. ഞങ്ങളത് ഭരിച്ചോളാം. ഞങ്ങളത് ഭരിക്കുക എന്നുള്ളത് മാത്രമല്ല, ഇവിടെ ഞങ്ങൾ ഒളിമ്പിക്സ് നടത്തുമെന്ന്, വേൾഡ് കപ്പ് ഫുട്ബോളൊക്കെ നടത്തും. അതനുസരിച്ച് നമ്മൾ ഈ നഗരത്തെ അങ്ങ് വളർത്തും. അത് മാത്രമല്ല, BJP ജയിച്ചു കഴിഞ്ഞാൽ സാക്ഷാൽ പ്രധാനമന്ത്രി മോദി തിരുവനന്തപുരത്ത് വന്നിട്ട് തിരുവനന്തപുരത്ത് BJP നടപ്പാക്കാൻ പോകുന്ന വികസന പദ്ധതികളെ കുറിച്ചുള്ള പ്രഖ്യാപനവും നടത്തും. അതിനൊരു അവസരം എന്താ? ഞങ്ങളെ ജയിപ്പിച്ചു വിടന്നേ. ഞങ്ങൾക്ക് ഈ കോർപ്പറേഷൻ ഒരു താരത്തിൽ വെച്ച് ഇങ്ങോട്ട് താ, ഞങ്ങൾ വാങ്ങിച്ചോളാം. അപ്പൊ പിന്നെ നോട്ടീസ് എതിരെ പോയി എങ്ങനെ പോയി എന്നുള്ളത് ആരറിയാൻ പോകുന്നു? തൽക്കാലത്തേക്ക് ഈ നോട്ടീസൊക്കെ അപ്രത്യക്ഷമാവും. ഇനി അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ വീണ്ടും ഇതുപോലെ നോട്ടീസ് വന്നെന്ന് വരാം. EDയുടെയോ CBIയുടെയോ ഒക്കെ നോട്ടീസ് വരും. അപ്പോഴെന്ത് ചെയ്യണം? ഒരു 4-5 സീറ്റ്, 4-5 സീറ്റ്സ് അതങ്ങ് കൊടുത്താൽ മതി. അവിടെ അഡ്ജസ്റ്റ്മെന്റ്. ഞങ്ങൾക്ക് കൂടുതൽ സീറ്റൊന്നും വേണ്ട. ഞങ്ങൾക്ക് ഇപ്പൊ നാളെ കേരളം ഭരിക്കണമെന്നൊരു നിർബന്ധമൊന്നുമില്ല. ഞങ്ങൾക്കൊരു എൻട്രി, നിയമത്തിന് എൻട്രി കിട്ടി, അതങ്ങോട്ട് ഏറ്റില്ല, അതൊന്നും പൊലിച്ചില്ല. ഇനി നമുക്ക് അടുത്ത തെരഞ്ഞെടുപ്പിൽ ഒരു 5 സീറ്റ്, 4-5 സീറ്റ് ഞങ്ങളുടെ സംസ്ഥാന പ്രസിഡന്റിനൊന്ന് ജയിക്കണം, പഴയ പ്രസിഡന്റ് സുരേന്ദ്രനൊന്ന് ജയിക്കണം, ശോഭാ സുരേന്ദ്രന് ഒരു സീറ്റ് ഇടണം, ഒരു 5 സീറ്റ് അല്ലെങ്കിൽ 6 സീറ്റ്. അന്ന് അതൊന്ന് കൊടുത്താൽ മതി. അതിനൊരു ധാരണ ഉണ്ടായാൽ മതി. അപ്പോ നമുക്കിടയിൽ ഒരു ധാരണയുണ്ട്, അന്തർധാര. പക്ഷെ അത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സ്ക്രൂ പിടിച്ച് മുറുക്കിക്കൊണ്ടിരിക്കണം. സ്പാനർ ഇട്ട് സ്ക്രൂ ഇങ്ങനെ മുറുക്കിക്കൊണ്ടിരിക്കണം. ചിലപ്പോൾ അങ്ങ് അയഞ്ഞു പോകും. അതൊന്ന് മുറുക്കുന്നതിന്റെ ഭാഗമാണ്, അല്ലെങ്കിൽ ആ മുറുക്കലാണ് ഇപ്പോൾ വന്നിരിക്കുന്ന ഈ ED നോട്ടീസ്. ഒന്ന് CPM വിചാരിച്ചാൽ മതി, ചെയ്തു കൊടുക്കാനുള്ളത് ചെയ്തു കൊടുത്തേക്കുക, അത്രയേ ഉള്ളൂ.